അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ എണ്ണപ്പനത്തോട്ടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. ചൂട് കൂടിയതോടെ കാട്ടാനകൾ പതിവായി എത്തുന്ന മേഖലയാണിത്. വിവരങ്ങളുമായി മനോജും ചേരുന്നുണ്ട്. മനോജ്, വീണ്ടും കാട്ടാന ശല്യം, അത് ചൂട് കൂടിയതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ലക്ഷ്മി, അതിരപ്പള്ളി വെറ്റിലപ്പാറ മേഖലയിൽ കാട്ടാനകൾ ഇപ്പോൾ പതിവായി തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ചൂട് കൂടിയതിനാൽ തന്നെ ഈ കാട്ടിലെ നീർച്ചോലുകളൊക്കെ വറ്റിയത് കാരണം ഈ വെള്ളം കുടിക്കാനായൊക്കെ കാട്ടാനകൾ കൂട്ടത്തോടുകൂടി ഈ ചാലക്കുടി പുഴയോരത്തൊക്കെ എത്തുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. പിന്നീടാണ് ഇത്തരത്തിൽ ഈ റോഡിൽ തന്നെ ഈ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യം. വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്താണ് റോഡിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ റോഡിന് സമീപത്തുള്ള എണ്ണപ്പനത്തോട്ടത്തിൽ ഈ കാട്ടാനകൾ നിലയുറപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എണ്ണപ്പനകളൊക്കെ മറിച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ കാട്ടാനകൾ ഈ കടകളും അതോടൊപ്പം മറ്റ് തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ റോഡിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് കുറുകയും അതോടൊപ്പം ഈ യാത്രക്കാർക്ക് ശല്യമായും ഒക്കെ ഈ കാട്ടാനകൾ മാറി തുടങ്ങിയത്. എന്തായാലും ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രദേശവാസികൾക്കും അതോടൊപ്പം വിനോദസഞ്ചാരികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശവും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഈ ഫെൻസിംഗ് ലൈനൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ടാണ് കാട്ടാനകൾ ഈ റോഡിലേക്ക് എത്തുന്നത്. അതോടൊപ്പം ഈ ചാലക്കുടി പുഴയോരത്തും ഈ കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നുണ്ട്. ഈ ഒരു സമയം ചൂട് കൂടിയതിനാൽ തന്നെ ഇത് ജനങ്ങൾക്കും വലിയ ഭീതിയാണുള്ളത്. കാട്ടാനകൾ കൂട്ടത്തോടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സഞ്ചാരികളും അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളും ഒക്കെ തന്നെ വലിയ ഭീതിയിലാണ്. കാരണം ഈ നേരത്തെ കാട്ടാനകൾ പല സംഭവങ്ങൾ, അതായത് വീടിന് മുന്നിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ കടകൾ തകർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ ഭീതിയിലായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കുവാൻ വേണ്ടി തന്നെയാണ് നാട്ടുകാർക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ രണ്ട് ആനകളാണ് ഈ വെറ്റിലപ്പാറയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. വെറ്റിലപ്പാറ എണ്ണപ്പനത്തോട്ടത്തിൽ മുച്ചടക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. നിരവധി ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. അതോടൊപ്പം സഞ്ചാരികളും അവരൊക്കെ വാഹനം നിർത്തിയിട്ട് ഈ ആനയെ നിരീക്ഷിക്കുന്ന ഒരു സംഭവം ഇത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലും കാണുവാൻ സാധിക്കുന്നത്. ലക്ഷ്മി. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.